ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, സരിതാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രി ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേരെന്താണ്? ക്വാണ്ടം നമ്പേഴ്സ്. കേട്ടിട്ടുണ്ടോ എങ്ങനെയൊന്ന്? ആദ്യമായിട്ടാണ് അല്ലെ? നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഞാൻ നിസ്സംശയം പറയുന്നു, എല്ലാവരും അതീവ ശ്രദ്ധയോടെ തന്നെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറയുന്നത് കേട്ടിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത്രയും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ കുറച്ച് നമ്മളെ കുഴയ്ക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും എന്റെ കൂടെ തന്നെ വന്നോളൂ. ഞാൻ നിങ്ങൾക്ക് സകല കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ക്വാണ്ടം നമ്പേഴ്സിന്റെ ഡെഫിനേഷൻ ആണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the set of 4 numbers which gives a complete information about an electron. ഒരു ഇലക്ട്രോണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ദീസ് ക്വാണ്ടം നമ്പേഴ്സ് ആർ ദി അഡ്രസ് ഓഫ് എൻ ഇലക്ട്രോൺ. നമുക്ക് എല്ലാവർക്കും അഡ്രസ് ഇല്ലേ? അതേപോലെ തന്നെ ഇലക്ട്രോണിനുണ്ട് അഡ്രസ്. ആള് നിസ്സാരക്കാരനല്ല. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഓർബിറ്റൽസിലാണ് അല്ലെ? ഓരോ ആറ്റത്തിനും ഓർബിറ്റലുകൾ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട്. And these orbitals are distinguished by their size, shape and orientation. ഓരോ ഇലക്ട്രോണിന്റെ ഓർബിറ്റൽസും വ്യത്യാസപ്പെടുന്നത് അതിന്റെ സൈസില്, അതിന്റെ ഷേപ്പില്, അതുപോലെ തന്നെ അതിന്റെ ഓറിയന്റേഷനില്. ഓക്കെ, ഇപ്പൊ സൈസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വലിയ സൈസ്, ചെറിയ സൈസ് എന്നൊക്കെ പറയാം അല്ലെ? അപ്പൊ ചെറിയ സൈസുള്ള ഓർബിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? The small size of orbitals means the probability of finding electron is maximum nearer to the nucleus എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഓർബിറ്റലിന്റെ സൈസ് ചെറുതായി കഴിഞ്ഞാൽ ന്യൂക്ലിയസിനോട് അടുത്ത് തന്നെ ഈ ഇലക്ട്രോണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഓർബിറ്റലിന്റെ സൈസ് കൂടുന്തോറും ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺ. കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഇനി ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിലൂടെ മനസ്സിലാവുന്നത്? The probability of finding electron is more along certain directions. അപ്പോ ചില ഡയറക്ഷനുകളിൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കൂടുമ്പോ ആ ഒരു ഡയറക്ഷന്റെ ബേസിസിൽ അവർക്ക് ഒരു പെർട്ടിക്കുലർ ഷേപ്പും അതിനോടൊപ്പം തന്നെ അതിനൊരു പ്രിഫേർഡ് റീജിയനിലുള്ള ഓറിയന്റേഷനും കിട്ടും. ഓക്കെ, അപ്പൊ അതിനൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഒരു ഓർബിറ്റലിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് വിശദമായിട്ട് ഓരോന്നോരോന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. അപ്പൊ ആദ്യം ആ 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തത് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ, ദ തേർഡ് വൺ ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ. നല്ല പോലെ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഈ 4 എണ്ണത്തിന്റെ പേരുകൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ സൈഡിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ N, L, M, S എന്നെല്ലാം. ഇതെല്ലാം ഇവരെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ N, azimuthal quantum number by letter L, magnetic quantum number by letter M and spin quantum number by letter S. മറക്കരുത്. ഇനി ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ എന്റെ ഒപ്പം തന്നെ നിൽക്കുക. റെഡിയല്ലേ? പഠിക്കാൻ എല്ലാവരും തയ്യാറല്ലേ? കോൺസെൻട്രേഷൻ കൊടുക്കുക കേട്ടോ. ആദ്യമായി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ N കൊണ്ടാണ് എന്നുള്ളത് അല്ലെ?
ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഇലക്ട്രോണിനെ ബേസ് ചെയ്ത് നമുക്ക് അറിവ് ലഭിക്കുന്നത് ഈ ക്വാണ്ടം നമ്പറിലൂടെ? കേട്ടോളൂ. This quantum number gives an idea about the size and energy of an orbital. അപ്പോ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഓർബിറ്റലിലാണല്ലോ. ആ ഓർബിറ്റലിന്റെ സൈസിനെ കുറിച്ചും ആ ഓർബിറ്റലിന്റെ എനർജിയെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? This quantum number determines the main energy shell in which an electron is present. ഒരു ഇലക്ട്രോൺ ഇരിക്കുന്ന മെയിൻ ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഐഡിയയും എവിടുന്ന് തന്നെയാണ് ലഭിക്കുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലൂടെ. ഓക്കെ, അതായത് നമ്മള് എനർജി ഷെൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്നെല്ലാം. അപ്പൊ ദീസ് ആർ ദ എനർജി ഷെൽസ്. അപ്പൊ ഒരു ഇലക്ട്രോൺ കെ ഷെല്ലിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പറയാം അതിന്റെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്, അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 1 ആണെന്ന്. അതായത് ഇത്തരം ഷെല്ലുകളെ നമ്മൾ നമ്പർ ചെയ്യുന്നത് 1, 2, 3, 4 എന്നിങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ n = 1 എന്ന് പറഞ്ഞാൽ അത് കെ ഷെല്ലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. n = 2 ആണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് എൽ ഷെല്ലിനെയാണ്. when n = 3 അപ്പൊ എന്താണ്? അത് എം ഷെല്ലാണ്. These are the main energy shells. ഇനി n 4 ആണെങ്കിൽ ഇത് n ഷെല്ലാണ്. ഓക്കെ, പിന്നെ n-ന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ പറയുന്നു the size of the orbital increase ചെയ്യുന്നു എന്നുള്ളത്. When the n value increases, അതായത് n-ന്റെ വാല്യൂ 1-ൽ നിന്ന് 4 ആയി വെക്കുക. അപ്പൊ നമ്മൾ എന്താ പറയുക? ആ ഒരു ഓർബിറ്റലിന്റെ സൈസും കൂടി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സൈസ് കൂടി എന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ് ഇൻക്രീസസ് എന്നുള്ളത്. അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്തോറും ആര്? ഇലക്ട്രോൺ, അവിടെ ഡിസ്റ്റൻസ് കൂടുകയാണ് അല്ലെ? ആ ഒരു ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണ്. അപ്പോ ഇതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി number of orbitals in a given shell is given by n². ഒരു ഷെല്ലിലുള്ള ഓർബിറ്റൽസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫോർമുലയാണത് കേട്ടോ. അപ്പോ n നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, n എന്ന് പറഞ്ഞാൽ അറിയാലോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അത് 1 ആണെങ്കിൽ ഇവിടെ 1² എന്ന് കൊടുക്കുക. 1² എന്ന് കൊടുക്കുമ്പോ അവിടെ 1 എന്ന് കിട്ടും. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും അവിടെ ഫസ്റ്റ് ഷെല്ലില് ആകെ ഒരു ഓർബിറ്റിലേ ഉള്ളൂ എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇപ്പൊ 2 ഇവിടെ കൊടുക്കൂ. അപ്പൊ 2² എന്ന് വരും. 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അതിന്റെ അർത്ഥം എന്താ? സെക്കൻഡ് ഷെല്ലില്, അതായത് എൽ ഷെല്ലില് അവിടെ 4 ഓർബിറ്റൽസ് ഉണ്ടെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയാസ് നമ്മൾക്ക് ഏതിലൂടെ കിട്ടുന്നുണ്ട്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെയോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഗിവൻ ഷെൽ, അതും നമുക്ക് കാണാൻ സാധിക്കും. എന്തറിഞ്ഞാൽ? n-ന്റെ വാല്യൂ അറിഞ്ഞാൽ. n-ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിഞ്ഞാൽ. അപ്പോ അത് കാണാനുള്ള ഒരു ഫോർമുലയാണ് 2n². അപ്പൊ 2 × ആ വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുക. അപ്പൊ എത്രയാണോ ഓർബിറ്റൽസ് ഉള്ളത് അതിന്റെ ഇരട്ടിയായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലൂടെ മനസ്സിലാക്കുക. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ എന്താന്ന് നോക്കാം അല്ലെ? രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ എസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ, അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ, അല്ലെങ്കിലോ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഇങ്ങനെ 3 വ്യത്യസ്ത പേരുകളിലാണ് ഈ ക്വാണ്ടം നമ്പർ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാനാണ്. ആൻഡ് ഓൾ ദീസ് 3 ആർ ഡിനോട്ടഡ് ബൈ ലെറ്റർ എൽ. സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ഐഡിയ ആണ് നമുക്ക് ഈ ഒരു ക്വാണ്ടം നമ്പറിലൂടെ കിട്ടുന്നത്? നോക്കൂ, ഞാൻ എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്? ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിന്റെ ഷേപ്പിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത് ഈ ഒരു അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ ആണ്.
പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലൂടെ നമ്മൾക്ക് സൈസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. അതുമാത്രമല്ല ആ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് മെയിൻ ഷെല്ലിലാണെന്നുള്ളതിനെ കുറിച്ചിട്ടും ഐഡിയ കിട്ടിയിരുന്നു. ഓക്കെ, ഇവിടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഒരു ഓർബിറ്റലിന്റെ ഷേപ്പ് ആണ് എന്നുള്ളതാണ്. ഇനി ദ വാല്യൂ ഓഫ് എൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എൻ. അപ്പോൾ ഇതിലൂടെ മനസ്സിലായി എല്ലിന് കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ദോസ് വാല്യൂസ് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇനി എല്ലിന് എങ്ങനെയൊക്കെയുള്ള വാല്യൂസ് ആണ് ആവുന്നത്? നാ നോക്കിക്കോളൂ. എൽ ക്യാൻ ഹാവ് ദ വാല്യൂസ് ഫ്രം 0 to n-1. 0 മുതൽ n-1 വരെയാണ് ഈ എല്ലിന്റെ വാല്യൂസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി എക്സാമ്പിൾ വെച്ചിട്ട് അത് നോക്കാം എന്താണ് ഈ സംഭവം എന്നുള്ളത് കേട്ടോ. വേറെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എല്ലിന്റെ വാല്യൂവിലൂടെ നമ്മൾക്ക് ഒരു സബ്ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഐഡിയ കിട്ടുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എൽ വാല്യൂവിലൂടെ നമ്മൾക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു, സബ്ഷെൽസിനെ കുറിച്ച്. ഈ സബ്ഷെല്ലുകൾ എവിടെയാ കാണുന്നത്? മെയിൻ എനർജി ഷെല്ലില്. മെയിൻ എനർജി ഷെൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. അപ്പോ ഒരു മെയിൻ ഷെല്ലിലെ സബ്ഷെൽസിനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നു അസിമുത്തൽ ക്വാണ്ടം നമ്പറിലൂടെ. ഓക്കെ, ഇനി എല്ലിന്റെ വാല്യൂസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലിന്റെ വാല്യൂസ് ഏതൊക്കെ ആകാം എന്നറിയാമോ? 0 ആകാം, 1 ആകാം, 2, 3, 4, 5 എന്നിങ്ങനെയൊക്കെ ആകാം. ഇനി ഇങ്ങനെയൊക്കെ എല്ലിന്റെ വാല്യൂസ് ആകുമ്പോൾ ഓരോ എൽ വാല്യൂവും ഓരോ സബ്ഷെല്ലിനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ഓരോ എൽ വാല്യൂവിൽ നിന്നും ഓരോ സബ്ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, when the L value is 0, L ന്റെ വാല്യൂ 0 ആണെങ്കിൽ it represents a S subshell. When L value is 1, that represents a P subshell. അതുപോലെ L ന്റെ വാല്യൂ 3 ആണെങ്കിലോ ഇത് ഒരു F സബ്ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് തരുന്നത്. ക്ലിയർ ആയോ? എഫ് കഴിഞ്ഞിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ഷെൽസ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്. പക്ഷെ നമുക്ക് അതിലേക്കൊന്നും ഇപ്പൊ തൽക്കാലം എത്തേണ്ട വരില്ല. നമുക്ക് ആദ്യത്തെ ഈ 4 എണ്ണം തന്നെ വരുള്ളൂ കേട്ടോ. എന്നാലും അറിഞ്ഞിരുന്നോളൂ ഇങ്ങനെയും സബ്ഷെൽസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി വിശദമായിട്ട് നമുക്കൊന്നും കൂടി അത് കാണാം വിത്ത് എക്സാമ്പിൾ. ഇതാ നോക്കിക്കോളൂ. വെൻ n is equal to 1, what is the value of L? L എത്രയാണ്? ആണ് നമ്മുടെ ഒരു ചോദ്യം. n 1 ആകുമ്പോ എല്ലിന്റെ വാല്യൂ എന്ത്? അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. 0 to n-1 എന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം എൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0 to n-1 എന്ന എക്സ്പ്രഷൻ പോലെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോ 0 to what is n here? It is 1. അപ്പൊ 1 minus 1 ആണ്. 1 minus 1 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇറ്റ് 0. അപ്പൊ 0 to 0 എന്ന് പറയുമ്പോ 0 തന്നെയല്ലേ വരുന്നത്. അതിനർത്ഥം when n equal to 1, L equal to എന്താണ്? 0. ക്ലിയർ ആയോ? n 1 ആകുമ്പോൾ L 0 ആണ്. അങ്ങനെയെങ്കിൽ എല്ലിന്റെ വാല്യൂ 0 വന്നാൽ that represents a S subshell. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. L is equal to 0 എന്നാൽ അതിനർത്ഥം അവിടെ S എന്ന ഒരു സബ്ഷെൽ ഉണ്ടെന്നാണ്. ക്ലിയർ ആയോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾസിലൂടെയാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാവേണ്ടത് കേട്ടോ. When n equal to 3, എന്തായിരിക്കും മക്കളെ എല്ലിന്റെ വാല്യൂ? You just apply this expression 0 to n-1. അപ്പൊ എന്താ കിട്ടുക? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 0 to n-1 ആണ്. അങ്ങനെയാണെങ്കിൽ 0 ഉണ്ട്, 2, n എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. അപ്പൊ 3 - 1 അല്ലേ? 3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 അല്ലേ. അപ്പൊ 0 to 2 എന്നുള്ളതാണ്. അപ്പൊ 0 to 2 എന്ന് പറയുമ്പോ അതിൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട് ഇല്ലേ. അപ്പൊ എല്ലിന്റെ വാല്യൂസ് ഇപ്പൊ ഏതൊക്കെയാ വന്നത്? 0 വന്നു, 1 വന്നു, 2 വന്നു. എന്ന് വെച്ചാൽ ഇവിടെ
എത്ര സബ്ഷെൽസ് ഉണ്ട്? 3 സബ്ഷെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ സബ്ഷെൽസ്? വെൻ L ഈക്വൽ ടു 0, L 0 ആകുമ്പോൾ ഏത് സബ്ഷെലാ? എസ് സബ്ഷെൽ. അപ്പോ എസ് സബ്ഷെൽ ആണെന്ന് മനസ്സിലായി. വെൻ L ഈക്വൽ ടു 0, ഇറ്റ് മീൻസ് എസ് സബ്ഷെൽ ഇസ് പ്രസന്റ്. ഇനി വെൻ L ഈക്വൽ ടു 1, L ഈക്വൽ ടു 1 ആകുമ്പോൾ നോക്കൂ, ഇവിടെ ഇത് പഠിക്കണം, ഈ ഒരു ടാബുലർ കോളം. ഓക്കെ, L ഈക്വൽ ടു 1 ആകുമ്പോൾ അവിടെ ഏത് സബ്ഷെൽ ആണുള്ളത്? പി സബ്ഷെൽ. ഓക്കെ, ഇനി L2 ആകുമ്പോഴോ പറഞ്ഞോളൂ. L2 ആകുമ്പോൾ ഏത് സബ്ഷെൽ ആണ് അവിടെ വരുന്നത്? ഡി സബ്ഷെൽ. വെൻ L ഈക്വൽ ടു 2, then it is a D subshell. അപ്പൊ നമുക്ക് ഡി സബ്ഷെൽ കിട്ടി. കണ്ടോ? അപ്പൊ എല്ലിന്റെ വാല്യൂസിലൂടെ നമുക്ക് സബ്ഷെൽസിനെ കുറിച്ചിട്ടുള്ള അറിവാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഓരോ സബ്ഷെൽ ആയിട്ടുള്ള ഈ ഇതിനെല്ലാം തന്നെ അതിനോരോ ഷേപ്പുകളുണ്ട്. അതായത് ഇവിടെ ഈ കാണിച്ചിട്ടുള്ള എസ്, പി, ഡി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ ഓരോ ഷേപ്സ് ഉണ്ട്. ആ ഷേപ്സ് ഒക്കെ നമ്മൾ പഠിക്കും. മനസ്സിലായോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ ഏതാണ് മക്കളെ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എം. ഓക്കെ, ചില സമയങ്ങളിൽ നമുക്ക് എം ഇട്ടിട്ട് ഒരു എൽ സഫിക്സ് ആയിട്ട് കൊടുക്കുന്നതായിട്ട് കാണാം. ഇതും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി എന്ത് ഐഡിയ ആണ് നമുക്ക് ഈ ഒരു ക്വാണ്ടം നമ്പറിലൂടെ കിട്ടുന്നത്? നോക്കിക്കോളൂ. ദിസ് ക്വാണ്ടം നമ്പർ ഗീവ്സ് ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. എന്താണ് മക്കളെ? സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഒരു ഓർബിറ്റലിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് നമ്മൾക്ക് ഈ ഒരു ക്വാണ്ടം നമ്പറിലൂടെ കിട്ടുന്നത്. നമുക്കറിയാം ഇലക്ട്രോണുകളെ കാണുന്നത് ഇലക്ട്രോണുകളുടെ ഓർബിറ്റൽസിലാണ് അല്ലെ? അപ്പോ ഈ ഇലക്ട്രോൺ ഓർബിറ്റൽസ് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് അതിന്റെ സബ്ഷെൽസിലാണ് കേട്ടോ. അപ്പോ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നത് മൂലം ഓരോ ഇലക്ട്രോണിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എർത്തിനുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്തെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ എർത്തിലും കൂടിയുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് ഒരു ഇന്ററാക്ഷൻ വരും. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ സബ്ഷെൽസിലുള്ള ഇലക്ട്രോണുകൾ പല ഡയറക്ഷൻസിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലായോ? ഇതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പല ഡയറക്ഷനിലേക്ക് അവര് ഓറിയന്റ് ചെയ്ത് നിൽക്കും. അപ്പോ ഈ ഒരു ഓറിയന്റേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് എന്തിലൂടെ കിട്ടുന്നത്? ഈ ഒരു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിലൂടെ മനസ്സിലാവുന്നത്. ഒരു സബ്ഷെല്ലിലുള്ള ഓർബിറ്റലുകൾ ഏതൊക്കെ ഡയറക്ഷനിലാണ് പോയി നിൽക്കുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടുമ്പോ ആ ഒരു സബ്ഷെല്ലില് എത്ര ഓർബിറ്റൽസ് ഉണ്ടാകും എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോ ഒരു സബ്ഷെല്ല് എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ള ഒരു ഐഡിയയും കൂടി നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ദ വാല്യൂ ഓഫ് എം ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എൽ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിലെയാണ്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് അല്ലെ? ഓക്കെ, ഇനി this value of m that ranges from -L through 0 to +L. അപ്പൊ m കണ്ടുപിടിക്കുന്നത് ഈ രീതിയിലാണ്. -L through 0 to +L എന്ന ഈ ഒരു എക്സ്പ്രഷൻ പോലെ നമുക്ക് കരുതാം. ഇത് വെച്ചിട്ടാണ് നമ്മള് എം വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എമ്മിന്റെ വാല്യൂ അറിയണമെങ്കിൽ നമ്മൾക്ക് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എന്തിന്റെ വാല്യൂ ആണ്? എൽ വാല്യൂ ആണ്. ഓക്കെ, ഇനി ഒരു സബ്ഷെല്ലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് ദ ടോട്ടൽ വാല്യൂസ് ഓഫ് എം എന്ന് പറയുന്നത്. കാരണം എമ്മിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓർബിറ്റലുകളുടെ എണ്ണമാണ്. ആ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കാം. 2l+1. Here L is the azimuthal quantum number. അപ്പോ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏത് ഐഡിയ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താണെന്നും എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ.
ശ്രദ്ധിച്ചോളൂ, ഞാൻ പറയാണ് എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ മക്കളെ എന്തായിരിക്കും എമ്മിന്റെ വാല്യൂ? എന്തായിരിക്കും? ഇതൊന്ന് അപ്ലൈ ചെയ്യാം. എൽ വാല്യൂ 0 ആണ്. അപ്പൊ എം കാണാനായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് -L/0 to +L എന്ന് പറയുന്നത്. ഇവിടെ L 0 അല്ലേ? അപ്പൊ എന്തായിരിക്കും മക്കളെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 0. ഓക്കെ, L = 0 എന്ന് പറയുമ്പോ അത് ഏത് സബ്ഷെല്ലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഇറ്റ് ഡിനോട്ട്സ് ദ എസ് സബ്ഷെൽ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു എസ് സബ്ഷെല്ല് എമ്മിന്റെ വാല്യൂ 0 വരുമ്പോൾ അവിടെ ഒരു ഓർബിറ്റലേ പ്രസന്റ് ആയിട്ടുള്ളൂ എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ് സബ്ഷെല്ല് ഒരു ഓർബിറ്റലേ പ്രസന്റ് ആയിട്ടുള്ളൂ. ഇൻ എസ് സബ്ഷെൽ ഓൺലി വൺ ഓർബിറ്റൽ ഈസ് പ്രസന്റ്. ഓക്കെ, ആ വൺ ഓർബിറ്റൽ ഈസ് പ്രസന്റ് എന്ന് പറയുന്നതിന്റെ ഐഡിയ നമുക്ക് ഈ വാല്യൂയിലൂടെയാണ് കിട്ടുന്നത് കേട്ടോ. എമ്മിന്റെ വാല്യൂ 0 വരുമ്പോ അവിടെ ഒരു വാല്യൂ അല്ലേ ഉള്ളൂ, അത് 0 ആണല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ഒരു ഓർബിറ്റലേ ഉള്ളൂ എന്നുള്ളത്. അപ്പോ എസ് സബ്ഷെല്ല് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ഓർബിറ്റലിനെ ആയിരിക്കും? എസ് ഓർബിറ്റലിനെ ആവും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എസ് ഓർബിറ്റൽ ആണുള്ളത്. ഇനി ഒരു ഓർബിറ്റലേ ഉള്ളൂ എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. എങ്ങനെയാണ്? 2 × L+1 എന്ന ഫോർമുലയില് എല്ലിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? ഇവിടെ 0. അപ്പൊ 2 × 0 + 1 അല്ലേ? 2 × 0 + 1 എന്ന് പറയുമ്പോ അവിടെ 1 അല്ലേ? ഇതിനർത്ഥം ഇവിടെ ഒരു ഓർബിറ്റൽ ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് M = 0 എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ ഒരു വാല്യൂവേ കിട്ടുന്നുള്ളൂ എന്ന്. ഇതിലൂടെയും നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു ഐഡിയ തന്നെയാണ് കിട്ടുന്നത്. അപ്പോ 2 × 0 + 1 = 1. That means when L = 0, the electron is in the s subshell, then we can have only one s orbital. ഒരു s orbital മാത്രമേ ഉണ്ടാവുള്ളൂ. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട്. ഞാനിത് മാറ്റിയാണേ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടാ. എല്ലിന്റെ വാല്യൂ 1 കൊടുക്കുന്നു. ഓക്കെ, എല്ലിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എം? നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ അപ്ലൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോ എല്ലിന്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോ ഇവിടെ -1 to 0 to +1. അപ്പോ നമുക്ക് ഇവിടെ എത്ര വാല്യൂസ് ആണ് കിട്ടിയത്? 3 വാല്യൂസ് ആണ് കിട്ടിയത് അല്ലെ? ഇതിനർത്ഥം ഇവിടെ 3 ഓർബിറ്റൽസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എത്ര ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുന്നത്? 3 ഓർബിറ്റൽസ്. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നമുക്ക് ഇതിലൂടെയും കാണാം അല്ലെ? അതായത് ഇതിന്റെ 2l+1 വാല്യൂ നമ്മൾ നോക്കൂ. ടോട്ടൽ വാല്യൂസ് ഓഫ് എം, ടോട്ടൽ വാല്യൂസ് ഓഫ് എം എന്താ കിട്ടുക? 2l+1 എന്ന് പറയുമ്പോ ഇവിടെ എല്ലിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 1. അപ്പോ 2 × 1 + 1 എന്ത് കിട്ടും? 3. അതിന്റെ അർത്ഥം ഇവിടെ 3 ഓർബിറ്റൽ ഉണ്ടെന്നാണ്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയും നമ്മൾക്ക് ഐഡിയ കിട്ടും. ഈ രീതിയിലൂടെയും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ -1 0 +1 എന്നൊക്കെ പറയുന്നത് 3 ഓർബിറ്റൽസ് ആണ് അല്ലെ? അപ്പോ ഈ L = 1 എന്ന് പറയുമ്പോ അത് ഏത് സബ്ഷെല്ലാണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ് L 1 ആകുമ്പോൾ that denotes a p subshell. അപ്പോ ഏതൊരു p സബ്ഷെൽ എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് എത്ര ഓർബിറ്റൽസിനെ കാണാൻ സാധിക്കും? 3 ഓർബിറ്റൽസിനെ കാണാൻ സാധിക്കും. അതും 3p ഓർബിറ്റൽസ് ആയിരിക്കും. ഓക്കെ, ആ 3 p ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ, px, py and pz. These are the 3 p orbitals in a p subshell. അപ്പോ p സബ്ഷെല്ല് മനസ്സിലാക്കുക 3 p ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. അത് px, py, pz എന്നിങ്ങനെയാണ്. ക്ലിയർ ആയോ? ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം കേട്ടോ.
ടീച്ചർ ഓരോ കാര്യങ്ങൾ പറയുന്നതും ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല ഒന്നിലും. ഇനി നമുക്ക് L=2 എടുക്കാം. ഇനി നിങ്ങൾ പറഞ്ഞേ L2 ആകുമ്പോൾ എമ്മിന്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് തന്നെ പറയാലോ. ഇതിൽ അപ്ലൈ ചെയ്യൂ. എല്ലിന്റെ സ്ഥാനത്ത് നിങ്ങൾ 2 കൊടുക്കുക. അപ്പൊ -2 to 0 to +2 എന്ന് വരും. ഇങ്ങനെയല്ലേ വരിക? -2 to 0 to +2 ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ ഇതിന്റെ ഇടയിൽ ഏതൊക്കെ വാല്യൂസ് ഉണ്ട് എന്ന് നോക്കൂ. ഇങ്ങനെ പറയുമ്പോ അവിടെ -2 വരും, -1 വരും, അത് കഴിഞ്ഞ് 0 +1 +2. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? എണ്ണു. 1 2 3 4 5. അപ്പോ ഇവിടെ 5 ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? 5 വാല്യൂസ് ആണ് കിട്ടിയത്. ഈ 5 വാല്യൂസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ 5 ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ലുക്ക്, ഇത് ഏത് സബ്ഷെല്ലാണ്? L2 വരുമ്പോൾ ഏത് സബ്ഷെല്ലാണ്? ഓർക്കണം, റിവൈൻഡ് ചെയ്യേ, നേരെ പോണം. എവിടേക്ക്? അസിമുത്തൽ ക്വാണ്ടം നമ്പറിലേക്ക്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് L2 ആകുമ്പോൾ അത് D സബ്ഷെൽ ആണെന്ന്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിലൂടെ എന്ത് മനസ്സിലായി? ഡി സബ്ഷെല്ല് 5 ഓർബിറ്റൽസ് ഉണ്ടെന്ന്. അതും 5 ഡി ഓർബിറ്റൽസ് ആണ്. അപ്പൊ ഡി സബ്ഷെല്ല് കാണപ്പെടുന്നത് ഡി ഓർബിറ്റൽസ് ആണ്. ഒരു ഡി സബ്ഷെല്ല് എത്ര ഡി ഓർബിറ്റൽസ് ഉണ്ട്? 5 എണ്ണം. ക്ലിയർ ആയോ? അപ്പോ 5 ഡി ഓർബിറ്റൽസ് ഏതൊക്കെയാണ് മക്കളെ? ടീച്ചറോട് എഴുതാം. DXY, DXZ, DYZ, dx² - y² and dz². These are the 5 d orbitals. ക്ലിയർ ആയില്ലേ? ഇനി ഈ 12 + 1 വെച്ചിട്ടായാലും നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാം കേട്ടോ. എങ്ങനെയാണ് 12 + 1 കണ്ടുപിടിക്കുന്നത്? 2 × 2 + 1 എന്ത് കിട്ടി? 5 അല്ലേ? അപ്പോഴും നമുക്ക് മനസ്സിലായില്ലേ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെയാണ് ഓരോ ഓർബിറ്റൽസ് ഓരോ സബ്ഷെല്ലും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് പ്രകാരം നിങ്ങൾക്ക് എഫിന്റെ കണ്ടുപിടിക്കാം. ചെയ്തു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോ ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ക്ലിയർ ആയല്ലോ. ഇനി ഫൈനലായിട്ട് നമുക്ക് ഒരു ക്വാണ്ടം നമ്പറും കൂടിയേ പഠിക്കേണ്ടതുള്ളൂ. അതേതാണ്? സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എസ് കൊണ്ടാണ്. തുടക്കത്തിൽ ക്വാണ്ടം നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആകെ 3 ക്വാണ്ടം നമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി 4ാമത് വരുന്ന സ്പിൻ ക്വാണ്ടം നമ്പർ ഇതിനൊക്കെ ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ നമുക്കിനി അതിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പർ എസ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ്സ് ദ സ്പിൻ ഓറിയന്റേഷൻ ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ സ്പിൻ ഓറിയന്റേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കിച്ചു തരുന്ന ഒരു ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതായത് നമുക്കറിയാം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്നുള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതിനൊപ്പം തന്നെ ഇലക്ട്രോൺ അതിന്റെ ഓൺ ആക്സിസിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് ഇത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊരു സ്പിൻ ഓറിയന്റേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോണുകൾക്ക് ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതിയിലേ സാധിക്കുള്ളൂ. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും. ഓക്കെ, ആൻ ഇലക്ട്രോൺ ക്യാൻ സ്പിൻ ഓൺലി ഇൻ 2 ways. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും പറ്റും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും പറ്റും. ഇതിന്റെ ഫലമായിട്ട് ഈ സ്പിൻ ക്വാണ്ടം നമ്പറിന് 2 വാല്യൂസ് പോസിബിൾ ആണ്. +½ അല്ലെങ്കിൽ -½ ഓക്കെ, അപ്പോ ഇലക്ട്രോണിന്റെ സ്പിൻ വാല്യൂസ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. +½ -½ ഓക്കെ. ഇനി ഈ +½ -½ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഓർബിറ്റല് ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പിൻ അപ്പ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ സ്പിൻ ഡൗൺ ഡയറക്ഷനിൽ. ഞാനിവിടെ ഒരു ഓർബിറ്റൽ ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഒരു ബോക്സ് ഡയഗ്രാം വരച്ച് ഇതില് ഈ രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോണുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രോണുകള് ഒന്ന്
ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ രണ്ട് ആരോസ് ഇവിടെ ഉള്ളത്. ഈ രണ്ട് ആരോസ് എന്ന് പറയുന്നത് ഒന്ന് സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ ആണ്. ഇങ്ങനെയും നമുക്ക് ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അതായത് ഒരു ബോക്സ് ഡയഗ്രാം വരച്ചിട്ട് ഇതിന്റെ ഹാഫ് ആയിട്ട് കൊടുത്താലും മതി. അപ്പൊ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ഓർബിറ്റലില് മാക്സിമം 2 ഇലക്ട്രോണുകൾ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അതായത് ഒരു ഓർബിറ്റലിൽ ആകെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ഇലക്ട്രോണുകളെ മാത്രമാണ്. അത് കൂടുതൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് ഇലക്ട്രോണുകൾ വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ഓർബിറ്റലിലേക്ക് പോകും. ക്ലിയർ ആയോ? നമ്മളപ്പോ 4 ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇതിനൊരു പൂർണ്ണത വരുന്നത് എപ്പോഴാണ്? നമ്മൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പോ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പോണം കേട്ടോ. നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. യൂസിംഗ് SPDF notations, describe the orbitals with the following quantum numbers. നിങ്ങൾക്ക് ക്വാണ്ടം നമ്പേഴ്സ് തരും. അതിലൂടെ ഈ ഓരോ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ച് അതിന്റെ SPDF നോട്ടേഷൻസ് എഴുതണം. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. n = 2, l = 1 എന്ന് പറയുമ്പോ n-ന്റെ വാല്യൂ 2, l-ന്റെ വാല്യൂ എന്താണ്? അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാബുലാർ കോളം ഓർമ്മയുണ്ടാവണം. ഓർമ്മയുണ്ടോ? ഇത് 0, 1, 2, 3 SPDF. ഞാൻ നേരത്തെ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തന്നപ്പോ ഇങ്ങനെ ഒരു ടാബുലാർ കോളം വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കൊടുത്തിരുന്നത് എന്താ? ഇത് എൽ വാല്യൂ ആയിട്ടും ഇത് സബ്ഷെൽ ആയിട്ടായിരുന്നു അല്ലെ. ഓക്കെ. അപ്പോ n2 ആണ്, l1 ആണ്. l1 ആകുമ്പോൾ അത് p എന്ന് പറഞ്ഞ സബ്ഷെൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഞാൻ എഴുതുന്നത് 2p. വളരെ ഈസിയാണ്. ഇനി രണ്ടാമത്തെ n = 4, l = 0. അപ്പൊ നമ്മൾ അതിന്റെ നൊട്ടേഷൻ എഴുതുമ്പോ 4 എന്നുള്ളത് ആദ്യം എഴുതുക. എന്നിട്ട് l = 0 റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണെന്ന് നോക്കുക. l0 വരുന്നത് s സബ്ഷെല്ലിനാണ്. അപ്പൊ അത് 4s ആൻസർ. ഇനി മൂന്നാമത്തത് എന്താണ് മക്കളെ? നിങ്ങൾ പറയൂ. l = 5, l = 3. വേഗം ഉത്തരം വരട്ടെ. 5f അല്ലെ. l3 ആകുമ്പോ അത് f സബ്ഷെല്ലിനല്ലേ സൂചിപ്പിക്കണേ. അപ്പോ അതിന്റെ ഒരു സബ്ഷെൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് 5f ആണ്. ഇനി 4 n = 3, l = 2. l2 ആവുമ്പോൾ അത് d, അപ്പോ 3d. അപ്പോ ഈ സബ്ഷെൽ നൊട്ടേഷന്റെ പോലെ തന്നെയാണ് ഈ ഓർബിറ്റൽസിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ 3d ഓർബിറ്റൽ എന്ന് പറയാം. ഓക്കെ. അനി 3d സബ്ഷെൽ എന്ന് പറയാം. എങ്ങനെയായിരുന്നാലും നൊട്ടേഷൻ എഴുതുന്നത് ഈ രീതിയിലാണ്. ക്ലിയർ ആയില്ലേ? ഇനി what is the total number of orbitals with n = 3? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-ന്റെ വാല്യൂ 3 എന്ന് തന്നിട്ടുണ്ട്. ആ 3 എന്ന് പറയുമ്പോ ദാറ്റ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ദ തേർഡ് ഷെൽ, അതായത് KLM, M ഷെൽ. M ഷെല്ലില് ഉള്ള നമ്പർ ഓഫ് ഓർബിറ്റൽസിന്റെ എണ്ണം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു കൊടുക്കണം. നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പഠിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. n-ന്റെ വാല്യൂ 3 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ n² എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്നുള്ളത് അല്ലെ. അപ്പൊ 9 എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. നമ്പർ ഓഫ് ഓർബിറ്റൽസിന്റെ എണ്ണം 9 ആയിരിക്കും. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. when n = 3, what are the values of l? n 3 ആവുമ്പോൾ l-ന്റെ വാല്യൂ എന്താണ് വരുന്നത്? l-ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 to n - 1 എന്നാണ് അല്ലെ. അപ്പോ 0 to 3 - 1. And what is 3 - 1? It is 2. That is 0 to 2. That means 0, 1 and 2. അപ്പോ l-ന്റെ വാല്യൂ നമുക്ക് 0, 1, 2 എന്ന് കിട്ടി. ഇതിനർത്ഥം എന്താണ്? തേർഡ് ഷെല്ലില് there are 3 subshells. ഓക്കെ. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തേർഡ് ഷെല്ലില് 3 സബ്ഷെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ സബ്ഷെൽസ്? 0 വരുമ്പോ അത് S സബ്ഷെൽ, 1 വരികയാണെങ്കിൽ അത് P സബ്ഷെൽ, 2 വരികയാണെങ്കിൽ അത് D സബ്ഷെൽ. ഓക്കെ. അപ്പൊ നമുക്ക് സബ്ഷെൽസിനെ കുറിച്ചിട്ടുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്താ അറിയേണ്ടത്? ഓർബിറ്റൽസ് ആണ്.
ഇനി നോക്കിക്കോളൂ. when L equal to 0, when L is equal to 0, M ന്റെ വാല്യൂ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, L ന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? 12 plus 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 ഓർബിറ്റൽ കിട്ടും. ക്ലിയർ അല്ലേ? അത് M ന്റെ വാല്യൂ 0 ആവുമ്പോൾ നമുക്ക് ഒരു ഓർബിറ്റൽ കിട്ടുന്നു. അഗൈൻ L equal to 1, അപ്പൊ M ന്റെ വാല്യൂ എന്തൊക്കെ വരും? -1, 0, +1. അപ്പൊ 12 plus 1 വാല്യൂ നമ്മൾ ചെയ്യുമ്പോ എന്താ കിട്ടുക മക്കളെ? 2 into 1 plus 1 that is equal to 3. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ കിട്ടുന്നത് 3 ഓർബിറ്റൽസ് ആണ്. ക്ലിയർ അല്ലേ? Then L equal to 2. What are the values of M? -2, -1, 0, +1, +2. Again, number of orbitals. ഈ ഒരു L is equal to 2 എന്ന് പറഞ്ഞ D സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 2 into 2 plus 1 എന്താ കിട്ടുക? 5 ഓർബിറ്റൽസ്. അപ്പൊ നമുക്ക് കിട്ടി N equal to 3 എന്ന് പറയുമ്പോ L ന്റെ വാല്യൂ 0, 1, 2 ഒക്കെ ആയിട്ട് വരും. അവിടെ നമുക്ക് കിട്ടുന്ന ഓർബിറ്റൽസിന്റെ എണ്ണം, ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നോക്കിക്കോളൂ. 5 plus 3 plus 1, 9 ഓർബിറ്റൽസ്. ഇതന്നെയല്ലേ ഇതും നമുക്ക് കിട്ടിയില്ലേ? അപ്പോ 9 ഓർബിറ്റലുകളാണ് ആകെ എവിടെയുള്ളത്? മൂന്നാമത്തെ ഷെല്ലിലുള്ളത്. ഇതുപോലെ ഏത് ഷെല്ലിലെയും ഓർബിറ്റലിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി ഇലക്ട്രോണുകളുടെ എണ്ണവും കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓർബിറ്റൽസ് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ ഡബിൾ ആണ്. അപ്പോ 9 into 2 ചെയ്യാം. മനസ്സിലായോ? അപ്പോ 9 into 2 ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക? അതിനൊരു ഫോർമുല പറഞ്ഞു തന്നിട്ടില്ലേ? 2n². അപ്പൊ 2 into n ന്റെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പൊ 3² നമ്മൾ 18 കിട്ടും. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പറിലൂടെ ഒരു ഓർബിറ്റല് മാക്സിമം 2 ഇലക്ട്രോണുകളാണ് കൊള്ളുള്ളൂ എന്നുള്ളത് അല്ലെ? അപ്പോൾ ആ 9നെ into 2 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 18 അല്ലേ? അപ്പൊ അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയില്ലേ 18 ഇലക്ട്രോൺസ് ആണ് ഈ 9 ഓർബിറ്റൽസും കൂടിയിട്ട് കൊള്ളുക എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ തിരിച്ചറിയണം ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ടോപ്പിക് വളരെ വിശദമായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാ കുട്ടികളും കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പോണം. ഒരുപാട് ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിലൂടെ വരാറുണ്ട്. അപ്പോ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഈ 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സും വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോ നമുക്കിനി അടുത്ത വീഡിയോയില് ഒരു പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.